നമുക്ക് ചില സമയത്ത് ചെറിയ അബദ്ധങ്ങളൊക്കെ പറ്റാറുണ്ടല്ലേ. അപ്പോൾ നമ്മുടെ അങ്ങനത്തെ ഒരു ദിവസമാണ്. വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയേട്ടാ നമ്മുടെ സയൻസ് കാർഡിൽ ഇങ്ങനെ കപ്പയൊക്കെ പറിക്കാനായിട്ട് വന്നതാട്ടോ. അപ്പോൾ നമ്മുടെ ഈ കപ്പൻ്റെ തണ്ടിൻ്റെ സൈസ് കണ്ടോ, നല്ല വണ്ണവും അതേപോലെ നല്ല ഹൈറ്റൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതിൻ്റെ കിഴങ്ങൊക്കെ പാകമായിട്ടുണ്ടാവും പറഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ ഇത് പറിച്ചെടുക്കാൻ വേണ്ടി നോക്കുന്നത്. അപ്പോൾ ഞങ്ങളിവിടെ പറിക്കുന്നത് എപ്പോഴും അങ്ങനെയാണ് കേട്ടോ. നമ്മൾ പല സമയത്താണല്ലോ നമ്മളിതൊക്കെ നട്ടു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോൾ വെച്ചതാണെന്നൊന്നും അത്രയ്ക്കൊന്നും ഓർമ്മയുണ്ടാവില്ലല്ലോ. അതുകൊണ്ട് നമ്മളിതിൻ്റെയൊക്കെ ഈ തണ്ടിൻ്റെയൊക്കെ സൈസും ഹൈറ്റൊക്കെ നോക്കിയിട്ടാട്ടോ നമ്മളെപ്പോഴും ഇങ്ങനെ പറിച്ചെടുക്കൽ. അപ്പോൾ നമ്മൾ ഇതും ആയിട്ടുണ്ടാവും എന്നാണ് വിചാരിച്ചിട്ടാണ് നമ്മളിപ്പോൾ ഇത് പറിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മളൊരു 2-3 വെറൈറ്റിയാണ് നമ്മളിപ്പോൾ നട്ടിരിക്കുന്നത്. അതിലത്തെ ഇതുണ്ട്, ഇതിപ്പോൾ നല്ല കിഴങ്ങൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നോക്കുന്ന സമയത്ത് നമുക്കിത് ഒട്ടും മൂപ്പൊന്നും ആയിട്ടില്ല, ഒരു പകുതി മൂപ്പും കൂടെ ആയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ നമുക്ക് കിഴങ്ങ് ഒരുപാട് ഇങ്ങനെ വന്നിട്ടുണ്ടേനും ഏകദേശം ഒരു 6-7 കിലോനോളമൊക്കെ ഉണ്ടാവുന്നതായിട്ട് പറയുന്നുണ്ടായിരുന്നത്. ഈ ഒരു വെറൈറ്റി കപ്പ നമ്മൾ നട്ടതിന് ശേഷം ആദ്യമായിട്ടാട്ടോ വിളവെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എന്താ പറയുക, കിഴങ്ങിൻ്റെയൊക്കെ മൂപ്പ് എത്ര ആവണോ അങ്ങനെയൊന്നും നമുക്ക് അറിയണ്ടായിരുന്നില്ല കേട്ടോ. നമുക്കിതിന് മുമ്പ് ഇവിടെ നമ്മൾ വിളവെടുക്കുന്നതൊക്കെ വെച്ചാൽ ഒരു 6 മാസമൊക്കെ ആവുന്ന സമയത്ത് നമുക്ക് കിഴങ്ങൊക്കെ ഇങ്ങനെ മൂപ്പായി കിട്ടുന്നതാണ്. അങ്ങനെ നമ്മൾ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴാട്ടോ കപ്പ അങ്ങനെ 1 വർഷമൊക്കെ എടുക്കേണ്ട ഇങ്ങനെ കിഴങ്ങിന് മൂപ്പായി കിട്ടാമെന്നൊക്കെ കണ്ടത്. അപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മളിങ്ങനെ കൃഷിനെ പറ്റിയിട്ടൊക്കെ പഠിച്ച് വരുന്നേ ഉള്ളൂ അല്ലേ. നമ്മൾ ആ ഒരു ഇഷ്ടം കൊണ്ടും അങ്ങനെ ചെയ്യുന്നേ ഉള്ളൂ അല്ലേ. പക്ഷെ നമുക്ക് നന്നായി ഉണ്ടാവണമുണ്ട് കേട്ടോ. അപ്പോൾ അതിനൊക്കെ എല്ലാം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക ചെയ്യണത്. നമുക്കിപ്പോൾ ഇത് ഒരു പകുതി മൂപ്പിൽ തന്നെ ഇത്രയും വിളവൊക്കെ കിട്ടുക വെച്ചാൽ അതിൻ്റെ ആ ഒരു ടൈമൊക്കെ ആകുമ്പോൾ നല്ല വെയിറ്റൊക്കെ ഉണ്ടാവണ ആ ഒരു വെറൈറ്റി കപ്പ തന്നെയായിരിക്കും അല്ലേ. എനിക്ക് പക്ഷേ ഇതിൻ്റെ പേര് എനിക്ക് അത്രയ്ക്ക് അറിയില്ല കേട്ടോ. അത് നമുക്കൊരു ഫാമിലി ഫ്രണ്ട് കൊണ്ട് തന്നതാണ്. അപ്പോൾ നമ്മുടെ കുഞ്ഞു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഓക്കെ ബൈ.